എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ചുരിദാർ ആയാലും സാരി ബ്ലൗസ് ആയാലും അല്ലെങ്കിൽ ഉടുപ്പായാലും യൂണിഫോം ആയാലും തയ്ക്കാൻ ആവശ്യമായ എത്രയാണ് തുണി നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം തയ്ക്കാൻ എത്രയോളം തുണി നമുക്ക് ആവശ്യമുണ്ടെന്ന് നമ്മുടെ ശരീര അളവ് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ഇറക്കം കണ്ടുപിടിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പം എനിക്ക് യൂണിഫോമിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ടാണ് കുറച്ച് താമസിച്ചു പോയത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഉള്ള അളവെന്ന് പറഞ്ഞാൽ വലിയ അക്ഷരം എപ്പോഴും ഇഞ്ചാണ്. ഇത് വെച്ചിട്ടല്ല നമ്മൾ തുണി അളക്കുന്നത്. നമ്മൾ ചെറിയ അക്കം നമുക്ക് സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ടാണ് നമ്മൾ 1 മീറ്റർ കണക്കുന്നത്. ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ 1 ആണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചാൽ 100 ആണ് നമുക്ക് 1 മീറ്റർ ആയിട്ട് വരുന്നത്. 100 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് 1 മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഇഞ്ചസിൽ വരുമ്പോൾ നമുക്ക് 39 വരും. 39 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമ്മൾ ഇറക്കം എടുക്കുമ്പോൾ നമ്മൾ ഈ ഇഞ്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ശരീരത്തിൽ നിന്ന് ഇറക്കം എടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചാണ് കണക്കാക്കുന്നത്. അതേസമയം തുണി നമ്മൾ മേടിക്കുമ്പോൾ സെൻറ്റിമീറ്ററാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറക്കം നോക്കുക. ചുരിദാറാണെങ്കിൽ നമ്മൾ ഇറക്കം നോക്കുക. അപ്പോൾ നമുക്ക് 40 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമുക്ക് 100, 100, 102. എന്നിപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് 110 വേണം. അതായത് 110ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക, ഒരു 110 കൂടെ കൂട്ടുക. അതായത് ഇത് നമുക്ക് മുന്നിലത്തെ പീസ് മാത്രമായിട്ടുള്ളൂ, പുറകിലത്തെ പീസിനുള്ള ഒരു 110 കൂടെ കൂട്ടുക. അപ്പം നമുക്ക് 220 ആയി. ഇനി നമുക്ക് കൈയുടെ ഇറക്കം. ഇപ്പോൾ എല്ലാവരും 3/4 ആണ് തയ്ക്കല്. അപ്പം നമുക്ക് 3/4 ആണ് വേണ്ടതെങ്കിൽ നമ്മൾ തുണി മുറിച്ചാണ് മേടിക്കുന്നതെങ്കിലാണ് പറയുന്നത് കേട്ടോ. തുണി മുറിച്ചാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് 40 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ 110, 110, 220 രണ്ട് സൈഡിലത്തെ, അതായത് പുറകിലത്തെ മുന്നിലത്തെയും തുണിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 220 പറഞ്ഞത്. അതായത് 110 ഒരു സൈഡിലും 110 പുറകിലത്തെ സൈഡിലും, മുന്നിലത്തെ സൈഡിലും പുറകിലത്തെ സൈഡിലും 110 വെച്ച്, അപ്പം 220. ഇനി നമുക്ക് 3/4 ആണ് കൈയെങ്കിൽ ചിലർ 14 ഇഞ്ച് ഇറക്കം വെക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വേണം 40 സെൻറ്റിമീറ്റർ നമുക്ക് കൈക്ക് ഇറക്കമായിട്ട് വേണം. അപ്പോൾ നമുക്ക് 120, 40, 160, 2.5 മീറ്റർ തുണി നമുക്ക് കൈയുടെ ഇറക്കം. അതായത് ചുരിദാറിന് നമ്മൾ 220 കൂട്ടി, ചുരിദാർ നമുക്ക് 40 ഇഞ്ച് ഇറക്കമാണെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ 110 കൂട്ടി പ്ലസ് 110 കൂടെ വരുമ്പോൾ നമുക്ക് 220 ആയി. 220. അപ്പോൾ ഇനി നമ്മൾ കൈയുടെ കൂടെ കൂട്ടുക. കൈ ചിലപ്പം 3/4 ആണെങ്കിൽ നമുക്ക് നമ്മൾ നോർമൽ ചുരിദാറിൻ്റെ കാര്യമാണ് ഇത്ര നേരം കഴിക്കും. എത്ര വണ്ണം ഉണ്ടെങ്കിലും നമ്മൾ 4 ആക്കി മടക്കിയിട്ട്, അതായത് തേരുവശം 4 ആക്കി മടക്കി നമ്മളിങ്ങനെയാണല്ലോ കൈ വെട്ടുക. നമ്മൾ തേരുവശം വണ്ണമായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെയാണ് കൈ വെട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 40 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് 2 കൈയും കിട്ടും. അപ്പം 220ൻ്റെ കൂടെ 40 കൂട്ടുമ്പോൾ നമുക്ക് 260. 260 എന്നുള്ളത് 250 ആയാലും കുഴപ്പം. അതായത് 2.5 മീറ്റർ തുണി ആയാലും നമുക്ക് ആ ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറിന് കണക്കാക്കുന്നത്. ഇനി നമ്മളിപ്പം 6 പാനൽ കുർത്തിയാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് 2.5 മീറ്റർ പോരാ. കാരണം നമ്മൾ ഇറക്കം നോക്കുക. ഇറക്കത്തിനനുസരിച്ച് നമുക്ക് വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് 2.5 മീറ്റർ കൊണ്ടായാലും തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്കായിട്ട് എടുത്ത തുണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് 45 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ 45 ഇറക്കം വരുമ്പോൾ നമുക്ക് വരുന്ന തുണിയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ സെൻറ്റിമീറ്ററിൽ നോക്കുക, ഇഞ്ചസ് നോക്കുക. ഇഞ്ചസാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ 115, 1.25 മീറ്റർ വേണം നമുക്ക് ഒരു ഇറക്കത്തിന്. അപ്പോൾ 1.25, 1.25, 230, 230. ഇതിപ്പം വീതിയുള്ള തുണി ആയതുകൊണ്ട് നമുക്ക് 6 പാനൽ കുർത്തി തയ്ക്കാൻ 3 മീറ്ററാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 230 ഇറക്കത്തിനായിട്ട് മാത്രം വേണം. ബാക്കി നമ്മൾ കൈക്കായിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് 2.5 മീറ്റർ ഇറക്കത്തിനായിട്ട് വേണം. കാരണം 230 നമ്മൾ കറക്റ്റ് ഇറക്കമാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തുമ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് കൈയുടെ ഇറക്കം കൂടെ 3/4 ആണ് കൈ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് വരുമ്പോൾ 40 സെൻറ്റിമീറ്റർ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ 2.5 മീറ്റർ ഇറക്കത്തിനായിട്ടും 40 സെൻറ്റിമീറ്റർ നമ്മൾ കൈക്കായിട്ടും എടുക്കുമ്പോൾ നമുക്ക് 290 6 പാനൽ കുർത്തി തയ്ക്കാൻ വേണ്ടി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് 3 മീറ്റർ തുണിയായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇറക്കമാണ് ഏതൊരു ഡ്രസ്സ് മുറിച്ച് മേടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാൻ എത്രയാണ് തുണി വേണ്ടതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ശരീരത്തിൽ നിന്നുള്ള ഇറക്കമാണ് കണക്കാക്കേണ്ടത്. ഇനി നമ്മൾ സാരി ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ കാര്യം പറഞ്ഞു, നോർമൽ ചുരിദാർ പറഞ്ഞു. കൂടാതെ നമ്മൾ 6 പാനൽ കുർത്തി തയ്ക്കുന്നത് നമുക്ക് കുറച്ച് വീതി കൂടുതൽ വേണമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ തയ്ക്കാനാണെങ്കിൽ വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് 3 മീറ്റർ തുണി വേണം. നമ്മളിപ്പോൾ നൈറ്റ് തുണിയും കൊണ്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്കധികം 6 പാനൽ കുർത്തി തയ്ക്കുമ്പോൾ നമുക്കധികം വിരിവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ 6 പാനൽ കുർത്തി തയ്ക്കാൻ എപ്പോഴും വീതിയുള്ള തുണി തന്നെ തിരഞ്ഞെടുക്കുക. 48, 42, 46 ആ വീതിയുള്ള തുണി എടുക്കുക. ഇനി നമ്മൾ സാരി ബ്ലൗസ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്കിപ്പം ഒരു സാരി ബ്ലൗസ് തയ്ക്കണം. അതിന് തുണി മേടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പം 32 ഇഞ്ച് വീതിയുള്ള തുണിയായിരിക്കും നമുക്ക് ബ്ലൗസ് പീസായിട്ട് കിട്ടുന്നത്.
അപ്പം ബ്ലൗസ് പീസിന് കൂടുതലും വീതി കുറഞ്ഞ തുണിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, കടകളിൽ വരുന്നത്. പിന്നെ വീതിയുള്ള തുണികളും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ മുറിച്ച് മേടിക്കുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ 32, 36, 34 വീതിയുള്ള തുണികളായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് എത്രയാണ് ഒരു സാരി ബ്ലൗസിന് എത്രയാണ് തുണി എടുക്കേണ്ടതെന്നാണ് ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുറകിലത്തെ ഇറക്കം നോക്കണം. അതായത് സാരി ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണ് വേണ്ടത് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ സാരി ബ്ലൗസിൻ്റെ ഇറക്കം 15 ആണെങ്കിൽ 40 സെൻറ്റിമീറ്റർ നമുക്ക് തുണി ആവശ്യമാണ്. അതായത് പുറകിലത്തെ ഇറക്കം പിടിക്കാൻ തന്നെ നമുക്ക് 40 സെൻറ്റിമീറ്റർ തുണി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് മുന്നിലത്തെ കൂടെ നോക്കണം. അതിനായിട്ട് നമ്മൾ ഇരട്ടിക്കുക. അന്നേരം നമുക്ക് 80 സെൻറ്റിമീറ്റർ ആയി. പിന്നെ നമുക്ക് 3/4 ആണ് കൈ തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഇറക്കം നോക്കുക. അപ്പോൾ നമുക്ക് ഇനി കൈ നമ്മൾ മുന്നിലത്തെയും പുറകിലത്തെ ഇറക്കം പറഞ്ഞ് നമ്മൾ തുണി പറഞ്ഞു 80 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കൈയുടെ കൂടെ നോക്കണം. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ കൈ മടക്കുന്നത് സാധാരണ ഇത് 2 മടക്ക്, അതുകൂടാതെ നമ്മൾ ഒരു മടക്കും കൂടെ ഇങ്ങനെ മടക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇറക്കം മാത്രം നോക്കിയാൽ മതി. അപ്പം തന്നെ നമുക്ക് 2 കൈക്കുള്ള തുണി ഇവിടെ ആഡായി വരും. അപ്പോൾ ഇതിൻ്റെ ഇറക്കം നോക്കുക. നമുക്ക് 14 ഇഞ്ചാണ് 3/4 കൈ വേണ്ടതെങ്കിൽ നമ്മൾ 14 ഇഞ്ച് വരുമ്പോൾ നമുക്ക് വരുന്ന സെൻറ്റിമീറ്റർ, ഇഞ്ചാണ് നമ്മൾ പറഞ്ഞത്, സെൻറ്റിമീറ്റർ 14 എന്ന് പറയുമ്പോൾ നമുക്ക് 36 വന്നു. തലത്തുമ്പം കൂടെ വരുമ്പോഴത്തേക്കും അത് 40 ഇഞ്ചായി. അപ്പോൾ പുറകിലത്തെ ഇറക്കം 15, 40 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ തുണി വരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ മുന്നിലത്തെ തുണിയും കൂടെ, അതായത് ഫ്രണ്ട് പീസ് വെട്ടാനുള്ള തുണിയും കൂടെ കണക്കാക്കുമ്പോൾ നമുക്ക് വരുന്നത് ടോട്ടൽ വരുന്നത് 80 സെൻറ്റിമീറ്റർ തുണിയാണ് ബ്ലൗസിന്. ഇതിൻ്റെ കൂടെയാണ് ഈ നമ്മൾ 14 ഇഞ്ച് കയ്യിറക്കം കൂടെ കൂട്ടുന്നത്. 14 ഇഞ്ച് കയ്യിറക്കം കൂട്ടുമ്പോൾ 40 സെൻറ്റിമീറ്റർ തുണി നമുക്ക് കൈക്ക് ആവശ്യമാണ്. 40 സെൻറ്റിമീറ്റർ തുണിയാണ് നമുക്ക് കൈക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ 80 സെൻറ്റിമീറ്റർ ബോഡിക്കായിട്ട് നമ്മൾ ഫ്രണ്ടും മുന്നുമായിട്ട് നമ്മൾ ഇടപെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കൈക്കുള്ള 40. അപ്പോൾ നമുക്ക് 1:20. അത് ചിലർക്ക് 1:10 കൊണ്ടാണെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റും. വണ്ണം കുറഞ്ഞു വരും, അല്ലെങ്കിൽ ശരീര അളവുകളിൽ ഒത്തിരി വണ്ണം ഇല്ലാത്തവർ, അതായത് വെസ്റ്റും ചെസ്റ്റും വേസ്റ്റും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളില്ലാത്തവർക്ക് 1:10 കൊണ്ടായാലും നമുക്ക് 3/4 കൈയുള്ള സാരി ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കൈയാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് 90 സെൻറ്റിമീറ്റർ തുണിയും കൊണ്ടായാലും നമുക്ക് സാധിക്കും. അത് വണ്ണം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ, വണ്ണം ഉള്ളവരാണെങ്കിൽ, അതായത് 44, 46 അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പോകുന്നവർക്ക് 90 സെൻറ്റിമീറ്റർ കൊണ്ട് തയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ താഴെ നിൽക്കുന്നവർ, അതായത് 30, 32, 34 ആ സൈസിലുള്ളവർക്ക് 90 സെൻറ്റിമീറ്റർ തുണി കൊണ്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ പീസ് മുറിക്കുന്നത് പറഞ്ഞു. നമുക്ക് 3/4 ആണ് കൈയെങ്കിൽ 1:20 തുണി വേണം. അല്ല നമുക്ക് 1:10 തുണി ആവശ്യമാണ്. ഇപ്പോൾ സാരി ബ്ലൗസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ മുന്നിലത്തെയും പുറകിലത്തെ ഇറക്കം കണക്കാക്കുക. അപ്പോൾ നമുക്ക് 40 ഇറക്കത്തിനനുസരിച്ചാണ് തുണി വരുന്നത്. അപ്പോൾ പുറകിൽ 40 സെൻറ്റിമീറ്റർ തുണി, അതേപോലെ മുന്നിലും 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 80 ആയി. 80ൻ്റെ കൂടെ കൈയുടെ ഇറക്കം നമ്മൾ 3/4 14 ഇഞ്ച് ഇറക്കമാണെങ്കിൽ 40 സെൻറ്റിമീറ്റർ കൈക്കും കൂടെ വരുമ്പോൾ നമുക്ക് 1:20 ആയി. അങ്ങനെ 1:10 കൊണ്ടായാലും നമുക്ക് തയ്ച്ചെടുക്കാം. അങ്ങനെയാണ് സാരി ബ്ലൗസിനെ കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ നോർമൽ ചുരിദാർ, 6 പാനൽ കുർത്തി, അതിൻ്റെ 2 സാരി ബ്ലൗസ്, ഇങ്ങനെ 3 എണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമ്മളിപ്പം സാരി എന്നാണ് ബ്ലൗസ് മുറിക്കുന്നതെങ്കിൽ, സാരി വിത്ത് ബ്ലൗസ് എന്നാണ് മുറിക്കുന്നതെങ്കിൽ മുന്താണിയുടെ എവിടെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് മുന്താണി വന്നിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചില സാരികൾക്ക് ഈ കസവ് രണ്ടും വേറെ വരും. ഇത് തന്നെ ഇപ്പം വേറെ 2 കളറിലാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടോ, ഇവിടെ പച്ച, ഇവിടെ നീലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൈ എടുക്കുമ്പോൾ 2 കളറിലുള്ള കൈ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ബ്ലൗസിന്. അപ്പോൾ നമുക്ക് ഒരു കളറിലുള്ള ബ്ലൗസ് കൈ തന്നെ നമ്മൾ അങ്ങനെ മടക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് കിട്ടുമോ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. ഇതിപ്പോൾ നമുക്ക് ഈ വണ്ണത്തിൽ നമുക്ക് കിട്ടും. പക്ഷെ ചില സാരികളിൽ നമുക്കത് 2 കൈയും ഒരേ ഷേപ്പിൽ കിട്ടില്ല. ഇപ്പം കളർ മാത്രമല്ല, ഇവിടുത്തെ ബോർഡർ 2 വലിപ്പ വ്യത്യാസം വരാം. ഇത് വണ്ണം കുറഞ്ഞതും ഇവിടെയുള്ളത് വീതിയുള്ളതുമായ ബോർഡർ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ 2 കൈയും ഒരേപോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബോർഡർ വീതിയുള്ള ബോർഡറാണ് കൈക്ക് വെക്കുന്നതെങ്കിൽ ആ ബോർഡർ മുറിച്ച് മാറ്റിയിട്ട് കൈ വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ബോർഡർ വെച്ച് കൊടുക്കാം. അങ്ങനെ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് 2 കൈയും വണ്ണത്തിൽ കിട്ടത്തില്ല. ഇതിപ്പോൾ നമുക്ക് ഈ തുണി കൊണ്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റും. ചില വിത്ത് ബ്ലൗസിന് നമുക്ക് അങ്ങനെ തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൈ സെപ്പറേറ്റ് വെട്ടിയെടുക്കുക. കൈ നമുക്ക് കിട്ടുന്ന പോലെ, ഇനിയിപ്പം ഒരേപോലത്തെ ബോർഡറാണ് വരുന്നതെങ്കിൽ ചിലപ്പം 60 സെൻറ്റിമീറ്റർ തുണിയെ നമുക്ക് സാരിയെന്ന് മുറിക്കാനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സാരിക്ക് നീളം കിട്ടില്ലാത്തതുകൊണ്ട് 60 സെൻറ്റിമീറ്റർ തുണിയെ ചിലപ്പോൾ മുറിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ മുന്താണിയിൽ ചേർന്ന് വരുന്നതാണെങ്കിൽ നമുക്ക് ഫുള്ള് കട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പുറ വശത്താണ് വരുന്നതെങ്കിൽ നമ്മൾ 5.5 മീറ്റർ ഒക്കെ കിട്ടുന്ന സാരിക്ക് നമുക്ക്
ചിലപ്പോൾ ബ്ലൗസ് നമുക്ക് 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ ഒക്കെ ബ്ലൗസ് പീസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാന്ന് വെച്ചാൽ പുറകു വശവും കയ്യും മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ട് വശം നമ്മൾ ഇതിന് മാച്ചായ വേറൊരു തുണി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അത് കാണാൻ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പം സാരി ബ്ലൗസിനെ പറ്റി, അതായത് വിത്ത് ബ്ലൗസിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് യൂണിഫോം. ഇതിപ്പം കോട്ട് തയ്ക്കാൻ വന്ന തുണിയാണ്. ഇപ്പം എല്ലാം സ്കൂൾ യൂണിഫോമിൻ്റെ ടൈം ആയതുകൊണ്ട് കോട്ട് തയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കോട്ട് തയ്ക്കുമ്പോൾ നമ്മളിപ്പം ഫുൾ കോളർ കോട്ട് തയ്ക്കുന്നുണ്ട്, ഹാഫ് കോളർ കോട്ട് തയ്ക്കുന്നുണ്ട്. ഇതും ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ തുണി കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 26 ഇഞ്ച് ഇറക്കമൊക്കെ വേണമെങ്കിൽ, കോട്ടിന് നമുക്ക് 26 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ നമുക്ക് 70 സെൻറ്റിമീറ്റർ തുണിയാണ്. 70 സെൻറ്റിമീറ്റർ തുണി വേണം. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ നല്ല വീതി ഉണ്ടാവും. ഇതിൻ്റെ വീതി പറയാം. ഇത് ഡബിൾ വീതി തുണിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വീതി വന്നിട്ടുള്ളത് 58 ഇഞ്ചാണ്. 58 ഇഞ്ച് വീതിയുള്ള തുണിയാണ് പാൻറ്റിൻ്റെ തുണിയായിട്ട് വന്നിട്ടുള്ളത്. അതായത് കോട്ട് തയ്ക്കാനുള്ള തുണിയായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് 58 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 70 സെൻറ്റിമീറ്റർ തുണി, ഹാഫ് കോളർ ആണെങ്കിൽ നമുക്ക് 70-80 സെൻറ്റിമീറ്റർ തുണി മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ തുണി കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പം ഒരു 20 ഇഞ്ച് ഇറക്കം മതിയെങ്കിൽ നമുക്ക് 60 സെൻറ്റിമീറ്റർ 65 സെൻറ്റിമീറ്റർ തുണി മതി. ഇല്ല ഇനിയെങ്കിൽ നമുക്ക് 26 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ നമുക്ക് 70 സെൻറ്റിമീറ്റർ തുണി വേണം. അപ്പം നമ്മൾ 70 സെൻറ്റിമീറ്റർ കൃത്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീശ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് പീസ് വെക്കാനൊന്നും ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 സെൻറ്റിമീറ്ററും കൂടെ കൂടുതലെടുക്കും. ടോട്ടലി നമ്മൾ 80 സെൻറ്റിമീറ്റർ തുണിയാണ് ഇതിനായിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 2 കോട്ട് തയ്ക്കാനുള്ള തുണിയാണ്. 80 സെൻറ്റിമീറ്റർ തുണിയാണ് വന്നിട്ടുള്ളത്. 80 160, അതായത് 2 കോട്ടിനുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ 80 ഉണ്ട്, ഇതിൻ്റെ അടിയിൽ ഒരു പീസും കൂടെ ഉണ്ട്. അപ്പോൾ 160 തുണിയാണ് 2 കോട്ടിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഡബിൾ എടുക്കാത്തത് എന്നാന്ന് വെച്ചാൽ വീതി കൂടുതലുള്ള തുണി ആയതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എടുക്കാത്തത്. അതുപോലെ ഇപ്പം നമ്മൾ വീതി കൂടിയ തുണി തന്നെ ഞാൻ പറഞ്ഞു, ചുരിദാറിന് നമ്മൾ ഇറക്കം നോക്കിയിട്ട് കൈയുടെ ഇറക്കം കൂടെ നോക്കിയിട്ട് നമ്മൾ 2.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ അങ്ങനെ കണക്കാക്കി എടുക്കുകയാണെന്ന് പറഞ്ഞു. അത് ചിലപ്പം വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ചിലപ്പം 1.5 മീറ്റർ കൊണ്ടും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പം പാൻറ്റിൻ്റെ തുണി 60 സെൻറ്റിമീറ്റർ വീതിയുള്ള 60 ഇഞ്ച് വീതിയുള്ള തുണികളുണ്ട്. ഇതിപ്പോൾ 58 ഇഞ്ച് വീതിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. പാൻറ്റിൻ്റെ തുണിയാണ്. പാൻറ്റിൻ്റെ തുണി സാധാരണയായിട്ട് നല്ല വീതിയോട് കൂടിയാണ് വരാറ്. അപ്പോൾ നമ്മൾ ചുരിദാറിനും അതുപോലെ 60 സെൻറ്റിമീറ്റർ വീതി വരുന്ന ചില തുണികളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇറക്കം വീതി കൂടിയാലും നമുക്ക് ഇറക്കം കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ 2 മീറ്ററെങ്കിലും ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടി വരും, നല്ല ഇറക്കം വേണമെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് 1.5 മീറ്റർ കൊണ്ട് വിലങ്ങനെ തയ്ച്ചാൽ നമുക്ക് ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ കോട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് മിഡിയാണ് തയ്ക്കേണ്ടതെങ്കിൽ, ഇതിപ്പോൾ യൂണിഫോമിൻ്റെ മിഡി തയ്ക്കുന്നുണ്ട്, പിൻകോർപ്പ് തയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം യൂണിഫോം, അതായത് പിൻകോർപ്പ് തയ്ക്കുന്നതാണെങ്കിൽ നമ്മൾ അടിയിലത്തെ സ്കേർട്ടിനുള്ള ഇറക്കം നോക്കാം. സ്കേർട്ടിൻ്റെ ഇറക്കം നോക്കിയിട്ട് നമ്മൾ അതിന് ഡബിൾ ആക്കുക. അതായത് നമുക്കിപ്പം 20 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ 20ൻ്റെ ഇരട്ടി എടുക്കുക. അതായത് ഒരു പീസിൽ നമുക്ക് 100 എടുത്ത് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇരട്ടി എടുക്കുക. അപ്പോൾ 40 ഇഞ്ച്. അപ്പോൾ നമുക്ക് വേണ്ട തുണിയുടെ നീളം 1 മീറ്റർ പാവാടയ്ക്ക് മാത്രം. പിന്നെ നമുക്ക് മുകളിലത്തെ ബെൽറ്റ് പീസിന് വേണം, അത് എത്രയാണ് നോക്കുക. അതിൻ്റെ ഇറക്കം എത്രയാണ് നോക്കിയിട്ട്, അത് സാധാരണ ചിലപ്പം 12 ആണെങ്കിൽ 30 ഇഞ്ച്. അപ്പോൾ 30 60. അപ്പോൾ 1.5 മീറ്റർ തുണി കൊണ്ട് നമുക്ക് 20 ഇഞ്ച് ഇറക്കം വരുന്ന, അതായത് സ്കേർട്ടിന് 20 ഇഞ്ച് ഇറക്കം വരുന്ന പിൻകോർപ്പ് തയ്ക്കാൻ നമുക്ക് 1.5 മീറ്റർ തുണി മതിയാവും. അതിനകത്ത് നമുക്ക് ഇത് നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ പടിയും കീശയും എല്ലാം അതിനകത്ത് തന്നെ കിട്ടും. ചെറിയ പിള്ളേർക്കുള്ള അളവാണ് പറഞ്ഞത്. ഇല്ല ഇനിയിപ്പം വലിയ പിള്ളേർക്കുള്ളതാണെങ്കിൽ അതനുസരിച്ച് ഈ ഇറക്കം നോക്കിയിട്ടാണ്. അതായത് പിൻകോർപ്പിൻ്റെ സ്കേർട്ടിൻ്റെ ഇറക്കവും, അതായത് ബോഡി പീസ്, അതായത് നമ്മൾ മുകളിലത്തെ പടി കൊടുക്കുന്ന ബെൽറ്റ്, അതായത് വെറ്റിക്കോട്ടിൻ്റെ പടി പോലെ കൊടുക്കുന്ന അതിൻ്റെ ഇറക്കം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ തുണി നിശ്ചയിക്കുന്നത്. എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഫുൾ ഇറക്കം നോക്കുക. അതായത് പാൻറ്റിന് എത്രയാണോ ഇറക്കം വേണ്ടത്. ഒരു കുട്ടിക്ക് ഇപ്പം ഇഞ്ച് ഇറക്കം വരുന്നത്, അതായത് തയ്ച്ച് തീരുമ്പോൾ 32 വേണമെങ്കിൽ നമുക്ക് 34 എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് 90 സെൻറ്റിമീറ്റർ തുണി ആവശ്യമാണ്. 90 നമുക്ക് കീശയ്ക്കുള്ള തുണി, അതായത് പാൻറ്റ് നമ്മൾ വെട്ടുമ്പോൾ മുന്നും പുറകും വെട്ടാനുള്ള പീസേ നമുക്ക് ഈ പാൻറ്റ് തുണിയെ കിട്ടുള്ളൂ. അപ്പം കീശ എക്സ്ട്രാ വേണം. അപ്പം 90ൻ്റെ കൂടെ നമ്മളൊരു 10 സെൻറ്റിമീറ്ററും കൂടെ കൂടുതൽ എടുക്കണം. അപ്പം 32 ഇഞ്ച് ഇറക്കമുള്ള ഒരു പാൻറ്റ് തയ്ക്കണമെങ്കിൽ നമുക്ക് 1 മീറ്റർ തുണി അർജൻറ്റായിട്ട് നിർബന്ധമായിട്ടും വേണം. അതായത് ആൺകുട്ടികളുടെ പാൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 32 ഇഞ്ച് ഇറക്കമുള്ള ഒരു പാൻറ്റ് തയ്ക്കണമെങ്കിൽ നമുക്ക് 90 സെൻറ്റിമീറ്റർ തുണി ആവശ്യമാണ്. അതിൻ്റെ കൂടെ നമ്മൾ കീശയും ബെൽറ്റും പുറകു കീശയും എല്ലാം വെക്കാൻ ഒരു 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ കൂടുതൽ എടുക്കുക. അപ്പോൾ നമുക്ക് 1 മീറ്ററും 5 സെൻറ്റിമീറ്ററും കൂടെ നമുക്ക് പാൻറ്റ് തയ്ക്കാനായിട്ട് ആവശ്യമാണ്. അതായത് ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ പാൻറ്റിൻ്റെ തുണിയും കണക്കാക്കുന്നത്. അതിൻ്റെ വീതി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എടുക്കാത്തത്. അല്ല ചുരിദാറിനൊക്കെ നമുക്ക് ഡബിൾ എടുക്കാതെ പറ്റില്ല. എത്ര വീതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറക്കം കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഡബിൾ തന്നെ എടുക്കണം.
അതായത് നമ്മൾ ഒരു ഭാഗത്തെ ഇറക്കം കണ്ടിട്ട് അത് മാത്രം നമുക്ക് 4 ആക്കി മടക്കാൻ പറ്റില്ല, വീതി കുറവല്ലേ. അപ്പോൾ നമ്മൾ മുന്നിലത്തെയും പുറകിലത്തെ ഇറക്കം കണക്കാക്കുക, പിന്നെ കയ്യുടെയും കൂടെ ഇറക്കം കണക്കാക്കിയിട്ടാണ് ചുരിദാറിന്റെ തുണി മേടിക്കുന്നത്. ഇനി നമുക്ക് ഉടുപ്പാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞു, ചുരിദാറിന്റെ കാര്യം പറഞ്ഞു, സാരി ബ്ലൗസിന്റെ കാര്യം പറഞ്ഞു, 6 പാനൽ കുർത്തിയുടെ കാര്യം പറഞ്ഞു, വിത്ത് ബ്ലൗസിന്റെ കാര്യം പറഞ്ഞു, സാരി വിത്ത് ബ്ലൗസിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഉടുപ്പിന്റെ കാര്യമുണ്ട്. ഫ്രോക്ക്, പിള്ളേർക്ക് ഫ്രോക്ക് തയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുണി എടുക്കുന്നതെന്നാണ്. അതാണ് മിക്കവർക്കും സംശയമുള്ളത്. അപ്പം നമുക്ക് ഉടുപ്പിന്റെ തുണി സാധാരണ നമുക്ക് 60 ഇഞ്ച് വീതി, അല്ലെങ്കിൽ 55 വീതി, അങ്ങനെ 45 വീതി, അങ്ങനെ വീതിയുള്ള തുണികളാണ്. പക്ഷെ എന്ത് വീതി ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് 2 ലെയറിൽ മടക്കേണ്ടതുണ്ട്, 4 ലെയറിൽ മടക്കേണ്ടതാവും, 6 ലെയറിലും മടക്കേണ്ടതുണ്ടാവും. അപ്പം അത് അംബ്രല കട്ടിങ് കൂടെ ആണെങ്കിൽ ലെയർ കൂടുന്നതനുസരിച്ചാണ് അതിന്റെ ഭംഗി വരിക. അപ്പോൾ 2 ലെയർ ആകുമ്പോൾ നമുക്ക് ഇപ്പം 3 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് തയ്ച്ചു കഴിയും. അതായത് ചെറിയ കൈയും അല്ലെങ്കിൽ 3/4 കൈയല്ല, ചെറിയ കൈയാണെങ്കിൽ നമുക്ക് 3 മീറ്റർ ഉണ്ടെങ്കിൽ ഒരു 36 ഇഞ്ച് ഇറക്കത്തിലുള്ള ഫ്രോക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അതായത് 4 ലെയറിലാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എത്ര വീതി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് 4 മീറ്റർ തുണി തന്നെ വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രോസ് മടക്കാൻ വേണ്ടിയിട്ട് തുണി 4 ആക്കി മടക്കിയിട്ടാണ്, അതായത് ഇങ്ങനെ ഇപ്പോൾ തുണി വീതി ഉണ്ടെങ്കിലും നമ്മൾ ഈ തുണീനെ നമ്മൾ 4 ആക്കി മടക്കിയിട്ടാണ് നമ്മൾ 4 ലെയറിൽ ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി, അതായത് അംബ്രല കട്ടിങ്ങിൽ 4 ലെയറിൽ മടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി എടുക്കുന്നത്. അപ്പം നമുക്ക് 4 മീറ്റർ കൃത്യമായിട്ട് വേണം. അത് 3 മീറ്റർ ആയിപ്പോയാൽ നമുക്ക് 4 ലെയറിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ എത്ര വീതി ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ നമുക്ക് 4 ആക്കി മടക്കാനുള്ള തുണി, അതായത് 4 മീറ്റർ തുണി ഉണ്ടായിരിക്കണം 4 ലെയറിൽ ഉടുപ്പടിക്കണമെങ്കിൽ. അപ്പോൾ നമ്മളിത് 4 ആക്കി മടക്കിയിട്ടുണ്ട്. ഈ 4 ആക്കി തുണിയാണ് നമ്മൾ പിന്നീട് ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കുന്നത്. അതായത് 4 ലെയർ ഉടുപ്പ് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി നമുക്ക് 4 മീറ്റർ തുണിയും അതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് ഈ 36 ഇഞ്ച് ഇറക്കം മതിയെങ്കിൽ 4 മീറ്റർ മതിയാവും. കാരണം നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ താഴെവശം നമ്മൾ കോണിട്ടിട്ട് മടക്കി കഴിയുമ്പോൾ ഈ ഭാഗം വരുന്നത് കൊണ്ട് നമുക്ക് ബോഡി പീസും കൈയും എടുക്കാൻ പറ്റും. 3/4 കൈ അല്ലെങ്കിൽ നമുക്ക് 4 മീറ്റർ കൊണ്ട് തയ്ച്ച് തീർക്കാൻ പറ്റും. ഇനി 3/4 ആണെങ്കിൽ നമുക്ക് 4.5 മീറ്റർ തുണി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഫുൾ കൈ ആണെങ്കിൽ നിങ്ങൾ 5 മീറ്റർ തുണിയും, അതായത് 4 മീറ്റർ നമുക്ക് 4 ലെയർ മടക്കാനുള്ള 4 മീറ്ററും ഫുൾ കൈക്കുള്ള 1 മീറ്ററും കൂടെ കൂടുതൽ മേടിക്കണം. അങ്ങനെ 5 മീറ്റർ തുണി എത്ര വീതി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഫ്രോക്കിനായിട്ട് 4 മീറ്റർ 4 ലെയറിൽ, അതായത് 4 ലെയറിൽ ഉടുപ്പ് തയ്ക്കണമെങ്കിൽ നമ്മൾ 4 മീറ്റർ തുണി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ ഫുൾ കൈയാണ് ഉടുപ്പിന് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 4ൻ്റെ കൂടെ 1 മീറ്ററും കൂടെ കൂട്ടി 5 മീറ്റർ മേടിക്കേണ്ടതാണ്. ഈ 2 ലെയറിലാണെങ്കിൽ നമുക്ക് 3 മീറ്റർ കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ സൈസ് ഉടുപ്പാണ് തയ്ക്കേണ്ടതെങ്കിലും നമുക്ക് 4 മീറ്റർ കൊണ്ട് തയ്ക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിന് 60 ഇഞ്ച് വീതി ഉണ്ടായിരിക്കണം. 60 ഇഞ്ച് വീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ സൈസ്, അതായത് 46 ഇഞ്ച് അല്ലെങ്കിൽ 42 ഇഞ്ച് വീതി ഇറക്കത്തിൽ നമുക്ക് ഉടുപ്പ് തയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പീസ് ഇട്ട് കൊടുക്കേണ്ടി വരും സൈഡിൽ. അപ്പോൾ 4 സൈഡിലും പീസ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 60 ഇഞ്ച് വീതിയില്ലാത്ത തുണികൾ എടുക്കുമ്പോഴാണ് നമുക്കങ്ങനെ പീസ് ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫുൾ സൈസ് ഉടുപ്പ് തയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുൾ സൈസ് ഫ്രോക്ക് തയ്ക്കണമെങ്കിൽ ഏറ്റവും വീതി കൂടിയുള്ള തുണിയായിരിക്കണം നമ്മൾ തയ്ക്കേണ്ടത്. 6 പീസായിട്ട് നമുക്ക്, അതായത് ഒരുപാട് ഞുറി വേണമെങ്കിൽ, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഞുറിയുള്ള ഉടുപ്പുകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 6 മീറ്റർ തന്നെ എടുക്കണം. അതായത് അത്ര 6 പീസായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ഇടാൻ. അപ്പോൾ അതേപോലെ നമുക്ക് വിരിവ് കിട്ടും, അതായത് ഫ്ലയർ കിട്ടും. അപ്പോൾ നമുക്ക് ബോഡി പീസിന് വേറെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിന് നല്ല വീതിയുള്ള തുണിയായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ താഴത്തെ സൈഡിൽ നമ്മൾ കഷ്ണം കൊടുക്കേണ്ടി വരും, അതായത് പീസ് കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഉടുപ്പ് തയ്ക്കുമ്പോൾ എപ്പോഴും സാറ്റിനാണ് മിക്കവാറും നല്ലത്. കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ അത് ക്രോസ് വെട്ടുമ്പോൾ താഴേക്ക് തൂങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലൈനിങ് എടുക്കുമ്പോൾ സാറ്റിനോ ക്രേപ്പോ ആ സൈസുള്ള തുണികൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അപ്പോൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഉടുപ്പ്, സാരി ബ്ലൗസ്, 6 പാനൽ കുർത്തി, വിത്ത് ബ്ലൗസ്, യൂണിഫോം, ഇത്രയും കാര്യങ്ങളും പരിചയപ്പെട്ടു ഈ വീഡിയോയിലൂടെ. അപ്പം ഇതിലെല്ലാം എന്തോരം തുണി വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഇറക്കം എടുക്കുക, ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ സാരി ബ്ലൗസോ അല്ലെങ്കിൽ ചുരിദാറോ ആണെങ്കിൽ ഡബിൾ എടുക്കുക. അതുകൊണ്ട് ഉടുപ്പാണെങ്കിൽ നമുക്ക് ഇറക്കവും നോക്കുക, അതുപോലെ എത്ര ലെയർ നമ്മൾ മടക്കണം, അതായത് ക്രോസ് ആണെങ്കിൽ നമുക്ക് എത്ര ഫ്ലയർ വേണമെന്നുള്ളതനുസരിച്ചാണ് നമ്മൾ തുണിയുടെ നീളം എടുക്കുന്നത്. 2 ലെയറിൽ വേണ്ടതുള്ളെങ്കിൽ നമുക്ക് 3 മീറ്റർ കൊണ്ട് ഉടുപ്പ് തയ്ച്ചെടുക്കാം. ഇല്ല നമുക്ക് 4 ലെയർ ഫ്ലയർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് 4 മീറ്ററും അതിൻ്റെ കൈക്ക് എത്രയാണോ നീളം, അതായത് ഫുൾ കൈ ആണെങ്കിൽ 1 മീറ്റർ കൂടെ കൂട്ടിയെടുക്കുക, ചെറിയ കൈ ആണെങ്കിൽ നമുക്ക് 4 മീറ്റർ കൊണ്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും.
അതുപോലെ 6 ഫ്ലയർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതായത് 6 മീറ്റർ തന്നെ എടുക്കണം. അതിൻ്റെ കൂടെ കൈ ഏതാണോ കൈക്ക് അതനുസരിച്ച് തുണിയും കൂടെ ആഡ് ചെയ്ത് എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്